ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പോത്തസിസ് ഇൻ മെഷീൻ ലേണിംഗ് ടോപ്പിക്കാണ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ML professionals and data scientists make an initial assumption for the solution of the problem. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു സൊല്യൂഷൻ വേണമല്ലോ അതിന്. നമുക്ക് ലൈക്ക് പണ്ട് മാത്സിൽ പഠിച്ച പോലെ തന്നെ LHS = RHS എന്ന് പ്രോബ്ലം ഒക്കെ പ്രൂവ് ചെയ്യാറില്ല. അതേപോലെ തന്നെ ഒരു പ്രോബ്ലം ആണ് ഈ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് നമ്മളിപ്പോ ഒരു ഇനീഷ്യൽ അസംഷൻ വെക്കും. അതായത് RHS എത്തണമെങ്കിൽ നമുക്കൊരു ഇനീഷ്യൽ അസംഷൻ വെക്കും. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കാര്യമില്ല. അതേപോലത്തെ ഒരു അസംഷൻ മേക്ക് ചെയ്യും. അതായത് തെറ്റായിരിക്കോട്ടെ ശരിയായിക്കോട്ടെ. അപ്പോ അങ്ങനത്തെ ഒരു അസംഷനെയാണ് എന്ത് പറയുന്നത് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഹൈപ്പോത്തസിസ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ടാർഗറ്റ് ഇൻ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്നാണ് മെയിൻ ആയിട്ട് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു അസംഷൻ ആണ്. Like it's used in supervised machine learning where the model learns a function that best maps input to output. ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് മാപ്പ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനെയാണ് എന്ത് പറയണത് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ നമ്പർ ലൈനിൽ 0 മുതൽ 10 വരെ ഒരു ക്ലാസ്സിലേക്കും 11 മുതൽ 20 വരെ അടുത്ത ക്ലാസ്സിലേക്കും മാച്ച് ചെയ്യാണ്. അതായത് 0 മുതൽ 10 വരെ ക്ലാസ് 0ക്കും 11 മുതൽ 20 വരെ അടുത്ത ക്ലാസ്സിലേക്ക് മാച്ച് ചെയ്യാണ്. ഇതൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഞാൻ ലാസ്റ്റ് കാണിച്ചിരുന്നതാണ്. ഹൈപ്പോത്തസിസ് പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസിഷൻ ഓർ പ്രൊപ്പോസ് എക്സ്പ്ലനേഷൻ ബേസ്ഡ് ഓൺ അസംഷൻ. അതായത് തിയറിറ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ തന്നെ എഴുതിയാലും മതി. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ടാർഗറ്റ് ഇൻ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. So it is used to approximate a target function, and ML models select the appropriate hypothesis from possible options. അപ്പോൾ ഹൈപ്പോത്തസിസ് സ്പേസ് ഉണ്ട്. ഹൈപ്പോത്തസിസ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഹൈപ്പോത്തസിസ്, ഓൾസോ കോൾഡ് ആസ് ഹൈപ്പോത്തസിസ് സെറ്റ്. ഇത് ഇൻകൺസിസ്റ്റന്റ് ആയിക്കോട്ടെ കൺസിസ്റ്റന്റ് ആയിക്കോട്ടെ, അതായത് അതൊന്നും ഇതിനെ ബാധിക്കുന്നതല്ല. ഹൈപ്പോത്തസിസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹൈപ്പോത്തസിസും, അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഹൈപ്പോത്തസിസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഒരു പ്രോബ്ലത്തിന്. അതൊക്കെ വരുന്നത് ഏതിലാണ്? ഹൈപ്പോത്തസിസ് സ്പേസ് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിലാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈപ്പോത്തസിസ് ഇസ് സ്ട്രേറ്റ് ലൈൻ എന്ന് പറയാം. അതേപോലെ തന്നെ ഹൈപ്പോത്തസിസ് ആക്സലൈൻ റെക്ടാങ്കിൾ എന്ന് പറയാം. അതായത് പോസിറ്റീവ് ഉള്ളതൊക്കെ ഇൻസൈഡിലും നെഗറ്റീവ് ഉള്ളതൊക്കെ ഔട്ട് സൈഡിലും. ലൈനിന്റെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ ഇപ്പോൾ ആക്സലൈൻ റെക്ടാങ്കിൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതാണ്. ഈ വേർഷൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സെറ്റ് ഓഫ് ഹൈപ്പോത്തസിസ് സ്പേസ് കൺസിസ്റ്റന്റ് വിത്ത് ദ ട്രെയിനിങ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോത്തസിസ് സ്പേസിലുള്ള ഡാറ്റാസ്, അതായത് ഹൈപ്പോത്തസിസ് സ്പേസിലുള്ള ഹൈപ്പോത്തസിസിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും എന്ത് വേർഷൻ സ്പേസിൽ വരിക. ഇപ്പോ വേർഷൻ സ്പേസിലുള്ള എല്ലാതും ഹൈപ്പോത്തസിസ് സ്പേസിലുള്ളതാണ്. പക്ഷെ ഹൈപ്പോത്തസിസ് സ്പേസിലുള്ള എല്ലാ ഹൈപ്പോത്തസിസും വേർഷൻ സ്പേസിൽ വരില്ല. കാരണം അത് ഒരു ഇൻകൺസിസ്റ്റന്റ് ഡാറ്റകളൊക്കെ റിമൂവ് ചെയ്തിട്ട് മാത്രമാണ് എന്ത് വേർഷൻ സ്പേസിൽ വരുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യമാണ് ചോദിക്കുക. H is consistent with D if H of x is equal to C of x for all x, C of x in D. അതേപോലെ തന്നെ വേർഷൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഹൈപ്പോത്തസിസ് ഇൻ H കൺസിസ്റ്റന്റ് വിത്ത് D. അതാണ് എന്ത് പറയുന്നത് വേർഷൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മോസ്റ്റ് ജനറൽ ഹൈപ്പോത്തസിസ് എന്ന ടോപ്പിക് ഉണ്ട്. മോസ്റ്റ് ജനറൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H is most general if it covers no negative examples. ആ ഹൈപ്പോത്തസിസിൽ നെഗറ്റീവ് എക്സാമ്പിൾസ് പാടില്ല, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ അതർ എച്ച് ഡാഷ് മോർ ജനറൽ ദാൻ എച്ച് എക്സിസ്റ്റ്. അതായത് എച്ച് ആണ് മോസ്റ്റ് ജനറൽ ഹൈപ്പോത്തസിസ് എങ്കിൽ എച്ച് ഡാഷ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവാനേ പാടില്ല. അതായത് എച്ച് ഡാഷ് ഈ മോസ്റ്റ് ജനറൽ ഹൈപ്പോത്തസിന്റെ മുകളിലാവാൻ പാടില്ല. അതായത് അത് കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ഈ എച്ച് എന്ന് പറഞ്ഞ ഇതിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് റെക്ടാങ്കിൾ ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ പോസിറ്റീവ് ആൻഡ് നോൺ നെഗറ്റീവ് എക്സാമ്പിൾസ് എന്ത് പറഞ്ഞ മോസ്റ്റ് ജനറൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. അതായത് എങ്ങനെ വരയ്ക്കുന്നത് അതൊക്കെ ലാസ്റ്റിൽ കാണിക്കുന്നത്. മോസ്റ്റ് സ്പെസിഫിക് ഹൈപ്പോത്തസിസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഈസ് മോസ്റ്റ് സ്പെസിഫിക് ഇഫ് ഇറ്റ് കവേഴ്സ് നോ നെഗറ്റീവ് എക്സാമ്പിൾസ് ആൻഡ് നോ അതർ എച്ച് ഡാഷ് മോർ സ്പെസിഫിക് ദാൻ എച്ച് എക്സിസ്റ്റ്. അതായത് മോസ്റ്റ് ജനറൽ ഉള്ള പോലെ തന്നെ മോസ്റ്റ് സ്പെസിഫിക്കിലും ഉണ്ട്. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് റെക്ടാങ്കിൾ അറൌണ്ട് ഓൾ പോസിറ്റീവ് എക്സാമ്പിൾസ് വിത്തൗട്ട് എനി നെഗറ്റീവ്സ്. അതിനാണ് എന്ത് പറയുന്നത് മോസ്റ്റ് സ്പെസിഫിക് ഹൈപ്പോത്തസിസ് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളിപ്പോൾ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഹൈപ്പോത്തസിസ് സ്പേസ് വേർഷൻ സ്പേസിന്റെ സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഒരു പ്രോബ്ലം ഈസ് ദ ഫ്രൂട്ട് സ്വീറ്റ് എന്നുള്ള പ്രോബ്ലം.
സോ വി ഹാവ് ദ ഫോളോയിങ് ട്രെയിൻ ഡാറ്റ, അതായത് ഫ്രൂട്ട് കളർ സ്വീറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ഒരു സംഭവം. അപ്പൊ നമുക്ക് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ്, അതായത് സ്വീറ്റ് ആണോ അല്ലയോ, അതായത് ക്ലാസ്സിക്ക് ഡിവൈഡ് ചെയ്യാം. രണ്ട് ക്ലാസ് ആണുള്ളത്, ഒന്ന് സ്വീറ്റ്, മറ്റേത് നോൺ സ്വീറ്റ്. സോ ഫ്രൂട്ട് F1, അതായത് ഏത് ഫ്രൂട്ട് ആയിക്കോട്ടെ, കളർ റെഡ് ആണ്, അപ്പൊ അത് സ്വീറ്റ് ആയിരിക്കും. ഇനി F2 എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്, അത് ഗ്രീൻ ആണ്, ഗ്രീൻ ആകുമ്പോൾ സ്വീറ്റ് അല്ല എന്നാണ് പറയണത്. F3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ, അത് സ്വീറ്റ് ആണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ഒരു ഹൈപ്പോത്തസിസ് സ്പേസ് എഴുതുകയാണെങ്കിൽ, ഹൈപ്പോത്തസിസ് നമ്മൾ എങ്ങനെ എഴുതുന്ന വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ റൂൾസിനാണ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ H1 നമുക്ക് എന്ത് എഴുതാം, സ്വീറ്റ് ആയിരിക്കും. എങ്ങനെ, ഇഫ് കളർ ഇസ് ഈക്വൽ ടു റെഡ്. കണ്ട, കളർ റെഡ് ആണെങ്കിൽ സ്വീറ്റ് ആണെന്നാണ് ഫസ്റ്റ് ഹൈപ്പോത്തസിസ് പറയുന്നത്. അതേപോലെ തന്നെ H2 സ്വീറ്റ് ഇഫ് കളർ ഇസ് ഈക്വൽ ടു ഗ്രീൻ. ഏത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ കുഴപ്പമില്ല, നമുക്ക് അസംഷൻസ് മേക്ക് ചെയ്യാണ്. H3 സ്വീറ്റ് ഇഫ് കളർ ഇസ് ഈക്വൽ ടു യെല്ലോ. H4 സ്വീറ്റ് ഇഫ് റെഡ് ഓർ യെല്ലോ. പിന്നെ സ്വീറ്റ് ഇഫ് റെഡ് ഓർ ഗ്രീൻ, സ്വീറ്റ് ഇഫ് ഗ്രീൻ ഓർ യെല്ലോ, സ്വീറ്റ് ഇഫ് എനി കളർ, നത്തിങ് ഈസ് സ്വീറ്റ്. ഇങ്ങനെ ഒരു 8 ഹൈപ്പോത്തസിസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു സെറ്റിനാണ് എന്ത് പറയുന്നത് നമ്മള്, ഹൈപ്പോത്തസിസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സെറ്റിന്റെ സിമ്പിൾ ഇട്ടിട്ട് H1 മുതൽ H8 വരെ എഴുതി കഴിഞ്ഞാൽ ഹൈപ്പോത്തസിസ് സ്പേസ് ആയി. ഇനി നമ്മൾക്ക് ഇതിനെ വേർഷൻ സ്പേസിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ വേർഷൻസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസും ഒക്കെ എലിമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ട്രെയിൻ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ റെഡ് ഉള്ളത് സ്വീറ്റ്, ഗ്രീൻ ഉള്ളത് നോൺ സ്വീറ്റ്, യെല്ലോ ഉള്ളത് സ്വീറ്റ്. അപ്പൊ ഹൈപ്പോത്തസിസ് റിമൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഗ്രീൻ ഉള്ള സാധനങ്ങൾ സ്വീറ്റ് ആണ് പ്രെഡിക്റ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് ഏതൊക്കെയാന്ന് നോക്കാം. അതായത് H2 ഗ്രീൻ ആണെങ്കിൽ സ്വീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ H5 പറഞ്ഞിട്ടുണ്ട്, H6 പറഞ്ഞിട്ടുണ്ട്, പിന്നെ H7 പറഞ്ഞിട്ടുണ്ട്, അതായത് സ്വീറ്റ് ഇഫ് എനി കളർ. അപ്പൊ ആ ഹൈപ്പോത്തസിസ് ഒക്കെ റിമൂവ് ചെയ്യണം. അതൊക്കെ ഇൻകൺസിസ്റ്റന്റ് സാധനങ്ങളാണ്. ഇനി മിസ് റെഡ് ഓർ യെല്ലോ, അതായത് റെഡ് ഓർ യെല്ലോ സ്വീറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ്, H1 റെഡ് മാത്രം പറഞ്ഞിട്ടുള്ളൂ, യെല്ലോ പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു ഫുള്ളി കൺസിസ്റ്റന്റ് ഡാറ്റ അല്ല. അതേപോലെ തന്നെ H3 യെല്ലോ മാത്രമാണ് സ്വീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, റെഡ് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ H8 നത്തിങ് ഈസ് സ്വീറ്റ്, അതും എടുക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എങ്ങനെ വേർഷൻ സ്പേസ് എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ, വേർഷൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി കൺസിസ്റ്റന്റ് ഹൈപ്പോത്തസിസ് ആണ്. അപ്പൊ എന്താണ്, ഹൈപ്പോത്തസിസ് H4, അതായത് സ്വീറ്റ് ഇഫ് കളർ ഇസ് ഈക്വൽ ടു റെഡ് ഓർ യെല്ലോ. റെഡ് അല്ലെങ്കിൽ യെല്ലോ കളർ വന്നു കഴിഞ്ഞാൽ സ്വീറ്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞു നോക്കുന്നത്. അപ്പൊ അതൊരു കൺസിസ്റ്റന്റ് ഹൈപ്പോത്തസിസ് ആണ്. നമുക്ക് എന്ത് എഴുതാം, വേർഷൻ സ്പേസിക്ക് ഈ H4 മാത്രമാണ് എന്ത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ്. അപ്പൊ H4 മാത്രം ഒരു സെറ്റിൽ എഴുതി കഴിഞ്ഞാൽ അതൊരു വേർഷൻ സ്പേസിക്ക് നമ്മൾ എഴുതിയെന്നാണ് പറയാം. അപ്പൊ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോത്തസിസ് സ്പേസ് H8 ടോട്ടൽ ഹൈപ്പോത്തസിസ് ഉണ്ട്. വേർഷൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H4 ആണ് റിമെയിൻ ചെയ്യുന്നത്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഷൻ സ്പേസ് contains all hypotheses from H that are consistent with the data. സോ ഇനി നമ്മളിപ്പോ ഒരു മോസ്റ്റ് ജനറൽ ഹൈപ്പോത്തസിസ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ലാർജസ്റ്റ് റെക്ടാംഗിൾ ആയിരിക്കണം, ദാറ്റ് കവേഴ്സ് നോ നെഗറ്റീവ് പോയിന്റ്സ് ആൻഡ് ഓൺലി പോസിറ്റീവ് പോയിന്റ്സ്. അപ്പൊ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ അടുത്തൊക്കെ നെഗറ്റീവ് പോയിന്റ്സ് വരുന്നത്. അപ്പൊ അതങ്ങനെ കുഴപ്പമില്ല, അതിൽ അടുത്ത് വരുന്നത് കുഴപ്പമില്ല. ഏത് മോസ്റ്റ് ലാർജസ്റ്റ് ആയിരിക്കും റെക്ടാംഗിൾ, അതിനാണ് എന്ത് പറഞ്ഞത് മോസ്റ്റ് ജനറൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞത്. രണ്ട് കണ്ടീഷൻ ഏതൊക്കെയായിരുന്നു, നോൺ നെഗറ്റീവ് എക്സാമ്പിൾസ് വരാൻ പാടില്ല, അതേപോലെ തന്നെ വീണ്ടും ഒരു H' വരാനും പാടില്ല. അതായത് ഇനി ഒരു H' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറുതാക്കാനും പാടില്ല, ചെറുതാക്കി കഴിഞ്ഞാൽ ലാർജ് റെക്ടാംഗിളിന് കൺസിസ്റ്റൻസി പോകും. അതാണ് രണ്ട് പ്രോപ്പർട്ടി. ഈ മോസ്റ്റ് സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് റെക്ടാംഗിൾ ഓർ ടൈറ്റസ്റ്റ് റെക്ടാംഗിൾ എന്നാണ് പറയുന്നത്. ടൈറ്റസ്റ്റ് റെക്ടാംഗിൾ ഇൻക്ലൂഡിങ് ഓൾ പോസിറ്റീവ് എക്സാമ്പിൾസ് ആൻഡ് നോ നെഗറ്റീവ് എക്സാമ്പിൾസ് എന്നാണ് പറയുക. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാർജസ്റ്റ് റെക്ടാംഗിളും ഇത് സ്മോളസ്റ്റ് റെക്ടാംഗിൾ ആണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് വരും. അതായത് എന്താണ് ഹൈപ്പോത്തസിസ്, എന്താണ് വേർഷൻ സ്പേസ്, എന്താണ് മോസ്റ്റ് സ്പെസിഫിക് ഹൈപ്പോത്തസിസ്, എന്താണ് മോസ്റ്റ് ജനറൽ ഹൈപ്പോത്തസിസ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ ഈ ഫിഗർ വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ.